ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മട്ടൻ്റെ ബോട്ടിയും കാലുമാണ് കേട്ടോ. ഒരു റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അതിലേക്ക് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് പുഴുങ്ങി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കതിന് കുക്കിങ്ങിലോട്ട് പോവാം. അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, തക്കാളി പേസ്റ്റ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. മുളകും ഉള്ളി എല്ലാം കൂടെ ഒന്ന് എണ്ണയിലൊന്ന് വശക്കുക. ശകലം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, വാടി വരാനാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി ഇതെല്ലാം കൂടെ ഒന്നിട്ട് വശക്കെടുക്കുക. ഒന്നുകൂടി നല്ല ലൈനായിട്ടൊന്ന് വശക്കെടുക്കുക. അപ്പോൾ നല്ല ലൈനായിട്ട് ഒന്ന് വശക്കെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് തക്കാളി പേസ്റ്റ്, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വശക്കെടുക്കുക. കുറച്ച് ഒന്ന് ലൈനാവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. മസാലയൊക്കെ ഏകദേശമൊക്കെ നല്ല ക്ലിക്കായി വന്നിട്ടുണ്ട്. ഓൾറെഡി ഉപ്പ് ബോട്ടിയിലിട്ട് ഞാൻ പുഴുങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ അതിൻ്റെ കൂടെ ബോട്ടിയും കാലും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ലോണം മസാലയൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പ്രത്യേകിച്ച് ബോട്ടി പുഴുങ്ങിയതാണ് കേട്ടോ, വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ക്ലിയറാക്കി എടുത്തതിന് ശേഷമാണ്. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബോട്ടി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ബോട്ടിയൊക്കെ നല്ല ക്ലിക്കായിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബോട്ടി റോസ്റ്റ്